ഹലോ എവരിവൺ, കേക്ക് ലേബറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേക്ക് വന്നപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതൊരു 1.5 കിലോ വരുന്നൊരു വാനില കേക്ക്, 10 ഇഞ്ച് ഡയമീറ്റർ കേക്ക് ആയിരുന്നു. 12 ഇഞ്ച് ബേസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ പോലത്തെ ഒരു നോസിൽ വെച്ചിട്ട് ബോർഡിലും അതേപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പിലും ബോർഡർ സർക്കിളായിട്ട് ചെയ്യാന്നുള്ളതും കൂടാണ്ട് തന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ജസ്റ്റ് എൻഡ് കട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് വോളിലുള്ള ഒരു ഡിസൈനാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. പ്യൂർ വൈറ്റ് കളർ മതി എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം അവരുടെ തീം എന്ന് പറയുന്നത് റിസപ്ഷന് വേണ്ടിയിട്ടായിരുന്നു. ഈ കേക്കിന് ടോപ്പിങ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ഗ്രേപ്സും അതേപോലെ തന്നെ സ്ട്രോബെറിയാണ്. ഗ്രേപ്സ് നിങ്ങൾ കണ്ടില്ലേ, കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടിഷ്യൂ പേപ്പറിൽ നമ്മളൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. സീഡ്ലെസ് ആണ് ശരിക്കും വേണ്ടത്, പക്ഷേ നമുക്ക് ഇത്തവണ സീസൺ ടൈം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് സീഡ് ഉള്ളതാണ് കിട്ടിയത്. കസ്റ്റമർ പെർമിഷൻ എടുത്തിട്ട് നമ്മളത് മേടിച്ചു. സ്ട്രോബെറി കണ്ടില്ലേ, അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യം ഒരു ബോക്സ് മതി എന്നാണ് തീരുമാനം ഉണ്ടായിരുന്നതെങ്കിലും ഇനി ഒരു ഷോർട്ടേജ് വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ 2 ബോക്സ് സ്ട്രോബെറി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടി. അത് നമുക്ക് ഈ 2 പാക്കറ്റിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നത്. അത് ഇതിൽ തന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യുകയും അതേപോലെ തന്നെ എല്ലാം നല്ല ക്ലീനായിട്ട് തുടച്ചാണ് നമ്മൾ കൊണ്ടുപോയത്. കാരണം ഇനിയൊരു ഇഷ്യൂ ഉണ്ടാവരുത് വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം സെറ്റായപ്പോൾ നമുക്കിനിപ്പോൾ പാക്കിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സെറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. എല്ലാം നമ്മൾ ഇവൻറ്റുകാരുടെ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവരത് സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കേക്കും വേണ്ട സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1.5 കിലോ കേക്ക്, അതിലേക്ക് ഈ 2 ടോപ്പിങ്സിനുണ്ട സാധനങ്ങൾ, ഒപ്പം ചോക്ലേറ്റ് ഗനാഷ് കൂടെ കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ വീഡിയോസിൽ നമ്മൾ ഷുഗർ സിറപ്പ് ടൈറ്റായിട്ടുള്ള ഒഴിക്കുകയാണ് ചെയ്യുക, പക്ഷേ അവർ ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയൊരു കുപ്പിയിൽ നമ്മൾ ചോക്ലേറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തു. ഇതിൻ്റെ പരിപാടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ചെയ്ത് എന്താ സംഭവം എന്നുള്ളത്, കേക്ക് നമ്മൾ സ്റ്റേജിൽ വെച്ചതിന് ശേഷം ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കുന്ന ഈ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ബ്രൈഡും ഗ്രൂമും ഇടുകയും അവർ തന്നെ സ്പൂൺ വെച്ച് ഈ ഗനാഷും കൂടെ ടോപ്പിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്.